പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കരിനിഴലിൻ കൈക്കുമ്പിൾ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായൊഴുകിയ ഞാൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു യുഗസംഗമഗീതയുണർത്തും
എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഈ ഡോക്ടേഴ്സ് മ്യൂസിക് ക്ലബിനും അതിൻ്റെ എല്ലാ സംഘാടകർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒരു വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മധു ശാന്തിശ്രീ ഓർക്കസ്ട്രയിൽ ഒരിക്കൽ പാടി മറ്റേ ഹരിമുരളിരവം, അതിൻ്റെ ഒരു കാസറ്റ് റെക്കോർഡിങ് എൻ്റെ കാറിൽ കിടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കാറല്ല, ഞാൻ ദാസേനെ കൂടി യാത്ര ചെയ്തപ്പോൾ ഇതാര് പാടിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മധു ബാലകൃഷ്ണൻ പാടിയാണെന്ന്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് മധു ഭംഗിയായിട്ട് പാടിയല്ല, മധുവിനെ നാളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചാലക്കുടി വിളിച്ച് എറണാകുളത്ത് വരാൻ പറഞ്ഞ ആ സംഭവം. ആക്ച്വലി ആ പാട്ടിൻ്റെ അപ്രീസിയേഷനിലാണ് മധുവിനെ വിളിക്കാൻ എന്നോട് പറഞ്ഞത്. ഞാൻ മധുവിനെ എറണാകുളത്ത് വെച്ച് പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും എൻ്റെ കാറിൽ നിന്നാണ് ആ പാട്ട് വന്നത്. അപ്പോൾ മധു അത്ര ഭംഗിയായി പാടിയത് കൊണ്ടാണ് മധുവിന് ക്ഷണം കിട്ടിയതും ഇതുപോലെയൊക്കെ ഉയർന്നതും. ഉയരങ്ങളിലേക്ക് തന്നെ പോട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് മധുവിന് ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുക്കണം. കാരണം നമ്മുടെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഗായകനാകാൻ പോവുകയാണ്. അതുകൊണ്ട് ആയിക്കഴിഞ്ഞു എങ്കിലും 1-2 അവാർഡുകൾ കൂടി കാത്തിരിക്കുന്നുണ്ട്. മധുവിന് എല്ലാ ആശംസകളും. ഞങ്ങൾ നന്ദി.